മല പോലെ വന്നത് എലി പോലെ പോയി എന്നുള്ള പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന വിധമായിരുന്നു ഇന്നത്തെ അയ്യപ്പ സംഗമം. ചീറ്റിപ്പോയി. കാരണം മുഖ്യമന്ത്രിയുടെ കപടഭക്തി യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ തിരിച്ചറിഞ്ഞു. ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, അധികാരത്തിൽ വീണ്ടും വരാൻ വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി ഗുരുവായൂരിൽ ശയനപ്രദക്ഷിണം വരെ നടത്താൻ തയ്യാറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. വെള്ളാപ്പള്ളി SNDPയുടെ പിന്തുണ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും. SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് തുഷാർ വെള്ളാപ്പള്ളി. അദ്ദേഹം സംഗമത്തിൻ്റെ കൂടെയില്ല. അപ്പോൾ സ്വന്തം വീട്ടിലെ അംഗങ്ങളെപ്പോലും അദ്ദേഹത്തിന് ഈ വെള്ളാപ്പള്ളിക്ക് കേരള സർക്കാരിനോടൊപ്പം നിർത്താൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാറിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമുദായങ്ങളുടെ തന്നെ പിന്തുണ കിട്ടിയില്ല എന്നുള്ളത് ഈ ശുഷ്കമായിട്ട് ഇന്നത്തെ സദസ്സ് തന്നെ തെളിയിച്ചു. സംഗമം നടത്തി ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ശബരിമല ടൂറിസം കേന്ദ്രമല്ല, ശബരിമല ഭക്തന്മാരുടെ പ്രാർത്ഥന കേന്ദ്രമാണ്. അയ്യപ്പൻ ഒരിക്കലും ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആക്കരുത്. വിഭക്തിയേക്കാൾ അപകടമാണ് കപടഭക്തി എന്ന്. ഇന്ന് കപടഭക്തിക്കാർ നടത്തിയ ഒരു സംഗമമാണ് എന്ന് വിശ്വാസികൾക്ക് മനസ്സിലായി. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമം നടത്തി അഭിമാനത്തോടെ നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതേസമയം ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാട്ടി അയ്യപ്പ സംഗമം പരാജയമാണെന്ന് വാദിക്കുന്നു പ്രതിപക്ഷം. ഭഗവത്ഗീത ആഖ്യാനം വേദിയിൽ നടത്തിയത് സാക്ഷാൽ പിണറായി വിജയൻ. മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനായി മാറിയെന്ന് വേദിയിൽ വെള്ളാപ്പള്ളി നടേശന്റെ അഭിനന്ദനം. ഇതിനു പിന്നിലെ രാഷ്ട്രീയം എന്താണ് CPM മുന്നോട്ട് വെക്കുന്നത്? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ K. മുരളീധരൻ. നമസ്കാരം. ഈ അയ്യപ്പ സംഗമം അത് തുടക്കം മുതൽ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പ്രഖ്യാപിച്ച നിമിഷം മുതൽ വലിയ രീതിയിലാണ് വിവാദം. ഒടുവിൽ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്നു. അതിനുശേഷം അയ്യപ്പ സംഗമമൊക്കെ കഴിഞ്ഞു. ഈ അയ്യപ്പ സംഗമം കൊണ്ട് സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് ആ നേട്ടം അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞു? അതായത് ഇന്ന് നടന്ന അയ്യപ്പ സംഗമം നിഷ്പക്ഷമായി നോക്കിയാൽ ഇതിപ്പോൾ വിഷ്വൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ. ഇന്നത്തെ യോഗം സംഗമം എല്ലാവരും കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം മുതൽ അവസാനത്തെ സമാപനം വരെ. സത്യം പറഞ്ഞാൽ മല പോലെ വന്നത് എലി പോലെ പോയി എന്നുള്ള പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന വിധമായിരുന്നു ഇന്നത്തെ അയ്യപ്പ സംഗമം. ചീറ്റിപ്പോയി. കാരണം മുഖ്യമന്ത്രിയുടെ കപടഭക്തി യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പലരും ആ യോഗം സത്യം പറഞ്ഞാൽ ആ സംഗമം ബഹിഷ്കരിക്കുകയാണുണ്ടായത്. അതാണ് ഇത്രയേറെ ശുഷ്കമായിട്ടുള്ള കസാലകൾ ആ ചടങ്ങിൽ ഉണ്ടായത്. ഏതാണ്ട് 4000 പേരുടെ രജിസ്ട്രേഷൻ നടന്നു എന്ന് അവകാശപ്പെടുമ്പോൾ 638 പേരാണ് അവിടെ രജിസ്റ്റർ ചെയ്ത് ഇവരുടെ ഈ കിറ്റും ബാഡ്ജൊക്കെ വാങ്ങിയത്. അപ്പോൾ 4000 പേരെ പങ്കെടുക്കുമെന്നും 3000 പേർക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയെന്നും പറഞ്ഞിട്ട് വെറും 638 പേരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് ഒരു ജൂനിയർ മന്ത്രിയെയാണ് അയച്ചത്. അദ്ദേഹം പോലും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സമ്മേളനമായിരുന്നു. ഇത് ദേവസ്വം ബോർഡാണ് നടത്തിയതെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സ് ബോർഡുകളിൽ പിണറായി വിജയനും വാസവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യപ്പനെ കണ്ടില്ല. അപ്പോൾ ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് വരണ്ടേ? അതുപോലുമില്ല. ഫോട്ടോ മുഴുവൻ മുഖ്യമന്ത്രിയുടെ. മാത്രമല്ല ഇന്നത്തെ പത്രങ്ങളിൽ ഹിന്ദു പത്രത്തിൽ ഉൾപ്പെടെ പരസ്യം PRD ആണ് കൊടുത്തത്. ദേവസ്വം ബോർഡിൻ്റെ പരിപാടിക്ക് എങ്ങനെയാണ് PRD പരസ്യം കൊടുക്കുക? അപ്പോൾ ഹൈക്കോടതി നിഷ്കർഷിച്ച പല നിർദ്ദേശങ്ങളും പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടാണ് ഇന്ന് സംഗമം നടന്നത്. സംഗമത്തിൽ പ്രസംഗിച്ച മുഖ്യമന്ത്രി ഭഗവത്ഗീതയൊക്കെ എടുത്ത് ഉദ്ധരിച്ചു. ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, അധികാരത്തിൽ വീണ്ടും വരാൻ വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി ഗുരുവായൂരിൽ ശയനപ്രദക്ഷിണം വരെ നടത്താൻ തയ്യാറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അത് എന്തൊക്കെ ഭക്തിയുടെ ചിത്രം അഭിനയിച്ചാലും അത് വിശ്വാസികൾ കണക്കിലെടുക്കില്ല എന്ന് ഇന്ന് തെളിഞ്ഞു. കാരണം സ്ത്രീകളെ പുരുഷവേഷം കെട്ടിച്ച് ശബരിമലയ്ക്ക് അയച്ച ആളാണ് മുഖ്യമന്ത്രി.
അത് ആചാരലംഘനം നടന്നുവെന്ന് ഔദ്യോഗിക പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച ആളാണ്. അപ്പോൾ ആചാരം ലംഘിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ നടയടച്ച് പരിഹാരം ചെയ്ത് നട തുറന്ന അന്നത്തെ ഇപ്പോഴധികം തന്നെയാണ് തന്ത്രി കണ്ഠര് മഹേശ്വരരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന പ്രസ്താവനകളാണ് ആ കാലത്ത് മുഴുവനുണ്ട്. മന്ത്രിമാർ മത്സരിക്കുകയെന്നൊക്കെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ളപ്പോൾ ഒരു സുപ്രഭാതത്തിൽ സംഗമം നടത്തി ഭക്തരുടെ വോട്ട് കിട്ടുമെന്ന് കണക്കാക്കിയ മുഖ്യമന്ത്രിയാണ് സത്യം പറഞ്ഞാൽ ഒരു വിഡ്ഢിവേഷം കിട്ടുകയാണ് അദ്ദേഹം ചെയ്തത്. അതിനെ ഏതായാലും ഇന്ന് അയ്യപ്പ ഭക്തന്മാർ നല്ല രീതിയിൽ തിരിച്ചടി കൊടുത്തു എന്ന് കാണുന്നതിൽ ഒരു സ്ഥിരമായിട്ട് ശബരിമലയിൽ പോകുന്ന ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ ചാരിതാർത്ഥ്യമുണ്ട്. പക്ഷേ ഒരു കാലത്ത് സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാനായി അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തിയ സർക്കാർ അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയാണ് ഇന്ന് ശബരിമലയിൽ അല്ലെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തി അവിടെ ഭഗവത്ഗീതയെ ആഖ്യാനിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു പരിവർത്തനം അല്ലെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ആ സർക്കാരിനോ പ്രത്യേകിച്ച് ആ ഒരു മുഖ്യമന്ത്രിക്കുണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത് ആ ഒരു കാലയളവിൽ അദ്ദേഹം എന്ത് രാഷ്ട്രീയ പാഠമാണ് പഠിച്ചത്? അല്ല, അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. ഭക്തരുടെ വികാരങ്ങളെ ചവിട്ടി മതിക്കാൻ സാധ്യമല്ലാതെ മനസ്സിലായി. മുഖ്യമന്ത്രി സത്യത്തിൽ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അദ്ദേഹം വിഭാവന ചെയ്തത് തീർച്ചയായിട്ടും ഒരു പുരോഗമന ആശയം മുന്നോട്ട് വയ്ക്കുക. അപ്പോൾ അതിനോട് യങ് ജനറേഷനൊരു ആഭിമുഖ്യം ഉണ്ടാകും. 2, ഇതര മതസ്ഥർ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാനന്ന് KPCCയുടെ ആഹ്വാനം അനുസരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്കൊരു വിശ്വാസികളുടെ ഒരു യാത്ര നയിച്ച ഒരാളാണ്. ഞങ്ങളൊക്കെ ആ യാത്ര സമയത്ത് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ഇതര മതസ്ഥരും ധാരാളം ഉണ്ടായിരുന്നു. പലരും ഞങ്ങളോട് പറഞ്ഞത് ഇന്ന് നിങ്ങളുടെ വിശ്വാസത്തിൽ കൈവച്ചുവെങ്കിൽ നാളെ ഞങ്ങളുടെ വിശ്വാസത്തിൽ കൈവയ്ക്കും. അപ്പോൾ ഇതിനെ ചെറുത്തു തോൽപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ എല്ലാ മതസ്ഥരും വിശ്വാസികളും ഒറ്റക്കെട്ടായി. അതാണ് വനിതാ മതിൽ ഉൾപ്പെടെ ചീറ്റിപ്പോയത്. ഇപ്പോൾ പാഠം പഠിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പാഠം പഠിച്ചതായിട്ട് അഭിനയിച്ചുകൊണ്ട് വോട്ട് സമാഹരിക്കുക, ആ ലക്ഷ്യമാണ് ഇന്നത്തെ സംഗമത്തോടെ ഇല്ലാതായത്. ഈ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ആ കാറിൽ ഔദ്യോഗിക വാഹനത്തിൽ ഒരുമിച്ച് വേദിയിൽ വന്നിറങ്ങുന്നു. ഒപ്പം തന്നെ വേദിയിൽ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എല്ലാ അവസരത്തിലും മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ അങ്ങ് ചേർത്ത് നിർത്തുകയും വെള്ളാപ്പള്ളി നടേശൻ അതേ രീതിയിൽ മുഖ്യമന്ത്രി ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തു? അതിന് പിന്നിലൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഒരു ധാരണ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് കുറേ ഇഴവ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയിട്ടുണ്ട്. അതാണ് മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ LDFൻ്റെ ഭൂരിപക്ഷം ഗണ്യമായിട്ട് ഇടിഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഏതാണ്ട് 56,000-ൽ പരം വോട്ടിനാണ് വിജയിച്ചതെങ്കിൽ അവിടെ വെറും 2,000 വോട്ടിനാണ് MV ജയരാജൻ ലീഡ് ചെയ്തത്. അപ്പോൾ അത് ഈഴവ സമുദായത്തിൻ്റെ പരമ്പരാഗതമായി കിട്ടിയിരുന്ന വോട്ടുകൾ പോലും നഷ്ടപ്പെട്ടു എന്നുള്ള ഫീലിംഗ് ഉണ്ടായപ്പോഴാണ് വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സംരംഭം അദ്ദേഹം നടത്തുന്നത്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, വെള്ളാപ്പള്ളി SNDPയുടെ പിന്തുണ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും. SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് തുഷാർ വെള്ളാപ്പള്ളി. അദ്ദേഹം സംഗമത്തിൻ്റെ കൂടെയില്ല. അപ്പോൾ സ്വന്തം വീട്ടിലെ അംഗങ്ങളെപ്പോലും അദ്ദേഹത്തിന് ഈ വെള്ളാപ്പള്ളിക്ക് കേരള സർക്കാരിനോടൊപ്പം നിർത്താൻ കഴിയുന്നില്ല. പക്ഷെ കഴിയുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും. തുഷാറിനെ BJPയുടെ ആളായി വിട്ട് കേരളം വെള്ളാപ്പള്ളി എന്നെ നേരിട്ട് കൈകാര്യം കേന്ദ്രം കേരളവും ആയല്ലോ. പക്ഷേ അതൊക്കെ ആ സമുദായത്തിലെ അംഗങ്ങൾക്ക് സത്യം മനസ്സിലായി. അല്ലെങ്കിൽ SNDPയുടെ ജനറൽ സെക്രട്ടറി വിചാരിച്ചാൽ വേണമെങ്കിൽ സമുദായത്തിൻ്റെ ആൾക്കാർ ഇരുത്തിയാൽ തന്നെ ഒന്ന് കസാല നിറയായിരുന്നില്ല. പക്ഷെ നിറഞ്ഞില്ല. എന്തുകൊണ്ട്? അതിൽ NSS പക്ഷേ പേരിന് നേരിട്ട് ക്ഷണിച്ച സ്ഥിതിക്ക് ഒരു പ്രതിനിധീനെ അയച്ചു. അപ്പോൾ നമ്മളെ ഒരു കല്യാണം നേരിട്ട് ക്ഷണിക്കാൻ വന്നാൽ ഏത് പാർട്ടിക്കാരാണെങ്കിലും നമ്മൾ പോവുമല്ലോ. ആ രീതിയിൽ പ്രതിനിധി അയച്ചു എന്നല്ലാതെ NSS പൂർണ്ണമായിട്ട് ഇതിനോട് സഹകരിച്ചിട്ടില്ല. ഒരു മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാറിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമുദായങ്ങളുടെ തന്നെ പിന്തുണ കിട്ടിയില്ല എന്നുള്ളത് ഈ ശുഷ്കമായിട്ട് ഇന്നത്തെ സദസ്സ് തന്നെ തെളിയിച്ചു.
പക്ഷെ അദ്ദേഹം വേദിയിൽ പോലും പറയുന്നത് പ്രതിപക്ഷം ഓരോ ദിവസവും ദുർബലമായി അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഞങ്ങളെ തകർക്കാൻ നരേന്ദ്രമോദി വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. നരേന്ദ്രമോദിക്ക് കഴിയാത്തത് കേരളത്തിൽ വെള്ളാപ്പള്ളിക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ അത് ഇരിക്കുന്ന കസാല ഒരു കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ഇരുന്നൊരു കസാലയാണ്. ആ കസാലയോടാണ് ബഹുമാനം, അതിരിക്കുന്ന വ്യക്തിയോടല്ല ഞങ്ങൾക്ക് ബഹുമാനം. പിന്നെ അത് ഇപ്പോൾ പറയുന്നതിന് അദ്ദേഹത്തിന് അറിയില്ല എന്തൊക്കെയാണ് പറയുന്നതെന്നല്ല. ഒരു സമുദായ നേതാവ് പറയേണ്ട വാചകമാണോ അദ്ദേഹം പറയുന്നത്? വിമർശിക്കാൻ അതിന് വിരോധമൊന്നുമില്ല, പക്ഷേ അന്ധമായിട്ടുള്ള വിമർശനം ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം ചിന്തിച്ചാൽ മതി. ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ കണക്കിലെടുത്ത് ഞങ്ങൾ മറ്റൊന്നും പറയുന്നില്ല, പക്ഷേ അത് ഞങ്ങളുടെ ദൗർബല്യമായിട്ട് കണക്കാക്കരുത്. പാലയിൽ ചെല്ലുമ്പോൾ ക്രിസ്ത്യാനികളെ ചീത്ത വിളിക്കുക, മലപ്പുറത്ത് ചെന്നാൽ മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുക, ഇതൊക്കെ ഒരു സമുദായ നേതാവിന് യോജിച്ചാണോ? സമുദായത്തിൻ്റെ അവകാശങ്ങൾ പറയണം, ശരിയാണ്. അപ്പോൾ അദ്ദേഹം ചിലപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു വിമർശനം ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. കാരണം കോൺഗ്രസ്സിൽ ഈഴവരുടെ ഒരു വേണ്ടത്ര പ്രാതിനിധ്യമില്ല, അത് ശരിയാണ്, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരു കാലത്ത് കെ കരുണാനിധിയൊക്കെ കാലത്തുണ്ടായിരുന്ന ഒരു ഈഴവ പ്രാതിനിധ്യം കോൺഗ്രസ്സിൽ കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഞങ്ങൾ കേൾക്കാറുണ്ട്. അത് പരിഹരിക്കാൻ ഞങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാർട്ടിയുടെ സീറ്റുകളൊക്കെ കൊടുക്കുമ്പോൾ എല്ലാ സമുദായത്തിനും ഒരു ഈക്വലൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ സീറ്റ് കൊടുക്കാറുള്ളത്. പക്ഷേ ചിലർ ജനം ജയിപ്പിക്കുന്നില്ല, അതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ എല്ലാ സമുദായത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സീറ്റ് ഷെയറിങ് നടത്തുന്നത്. പക്ഷേ എങ്കിലും ഇങ്ങനൊരു പരാതി വന്ന സ്ഥിതിക്ക് അത് പരിഹരിക്കാൻ ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് പകരം നിങ്ങളൊക്കെ അങ്ങ് നശിച്ച നാമാവിശേഷമെന്ന് പറഞ്ഞാൽ അങ്ങനെ നശിക്കുന്നവരൊന്നുമല്ല ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം. ഞാൻ ഇതിനെക്കുറിച്ച് അതേ പറയുന്നുള്ളൂ. അയ്യപ്പ സംഗമവുമായി സർക്കാർ അഥവാ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞതാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷമൊക്കെ, ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ നേട്ടം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്യാനായുള്ള ഒരു തന്ത്രമായി ഇതിനെ വ്യാഖ്യാനിച്ചു. അങ്ങനെ തന്നെയാണ് ഉന്നയിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ആ രീതിയിൽ ഒരു രാഷ്ട്രീയ നേട്ടം ഈ അയ്യപ്പ ഭക്തരെ അല്ലെങ്കിൽ ശബരിമല മുൻനിർത്തി ഒരു രാഷ്ട്രീയമായ ഒരു നേട്ടം കൊയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു, അതിന് പിന്നിൽ എന്ത് ഒരു അജണ്ടയാണ് സർക്കാരിന് CPM ഉണ്ടായിരുന്നത്? ഞങ്ങളിതിനെ എതിർക്കാൻ കാരണം മറ്റൊന്നുമല്ല, കാലാവധി അവസാനിക്കാൻ 8 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇപ്പോഴാണോ ശബരിമലയുടെ വികസനത്തിനെ കുറിച്ച് ഓർമ്മ വരുന്നത്? ശബരിമല വികസനത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ എത്രയോ മുമ്പ് തന്നെ തയ്യാറാക്കിയതാണ്. പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ചില പ്രയാസങ്ങളുണ്ട്. കാരണം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഫോറസ്റ്റ് വകുപ്പിൻ്റെയും എൻവയോൺമെൻറ്റ് ക്ലിയറൻസൊക്കെ കിട്ടാനുള്ള ഒരുപാട് കടമ്പകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കടമ്പകൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കേണ്ട വിഷയമാണ്. ഇപ്പോഴത്തന്നെ ഒരു വർഷം ഏതാണ്ട് 3 കോടിയിൽ പരം ഭക്തന്മാരാണ് ഈ സീസണിൽ ശബരിമലയിൽ വരുന്നത്. ഏകദേശ കണക്കാണ്. അങ്ങനെ വരുന്നതിൽ മഹാഭൂരിപക്ഷം പേർക്കൊന്നും താമസിക്കാൻ ഇടമില്ല. പലപ്പോഴും എന്താ പറയേണ്ടത്, വഴിയിലൊക്കെ പേപ്പർ വിരിച്ചിട്ടാണ് പ്രായം ചെന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ദിവസം കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ വരുന്ന ഭക്തന്മാരെ തന്നെ താമസിപ്പിക്കാനും അവർക്ക് വേണ്ട സഹായം ചെയ്യാനും കഴിയാത്തൊരവസ്ഥയുണ്ട്. പിന്നെ കൂടുതൽ ഭക്തന്മാരെ വരുത്താനാണെങ്കിൽ ഒരു സംഗമത്തിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാ വർഷവും അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പം അങ്ങനെ വരുന്നവരെ താമസിപ്പിക്കാനും അവർക്ക് വേണ്ട സഹായം ചെയ്യാനും പരിശ്രമിക്കേണ്ടതിന് പകരം ഒരു സംഗമം നടത്തി ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? എന്താണ് പ്രശ്നം എല്ലാവർക്കും അറിയാം. അതിന് പരിഹാരം കാണണം. അതിന് 2 സർക്കാരുകളും ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കണം. കാരണം എൻവയോൺമെൻറ്റൽ ക്ലിയറൻസും ഫോറസ്റ്റ് ക്ലിയറൻസുമാണ് ശബരിമലയുടെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന 2 പ്രധാന ഘടകങ്ങൾ. അതിന് പരിഹാരം കാണുന്നതിന് പകരം സംഗമം നടത്തി ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ശബരിമല ടൂറിസം കേന്ദ്രമല്ല, ശബരിമല ഭക്തന്മാരുടെ പ്രാർത്ഥന കേന്ദ്രമാണ്. അയ്യപ്പൻ ഒരിക്കലും ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആക്കരുത്. ഇവിടെ ചില ശ്രമങ്ങളുണ്ടായതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം തന്നെയാണ്. അയ്യപ്പ ഭക്തന്മാരുടെ കോപം കാരണം 2019 തോറ്റു. അതുകൊണ്ട് അത് ഭാവിയിൽ ആവർത്തിക്കരുത്. ഇപ്പോൾ 2021 അസംബ്ലി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സാഹചര്യമാണല്ലോ, കോവിഡും കിറ്റും അതൊക്കെയായിരുന്നല്ലേ പ്രധാന ഘടകങ്ങൾ. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ജനം ഒരു സർക്കാരിൻ്റെ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മതപരമായിട്ടുള്ള വികാരം അവരിൽ ഉണ്ടാക്കിയൊരു
വോട്ട് വാങ്ങാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ സംഗമം നടത്തിയത്. അതിൻ്റെ പോരായ്മകൾ ജനത്തിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് പല സമുദായ നേതാക്കന്മാർ പങ്കെടുത്തിട്ട് പോലും അവരുടെ അനുയായികൾ അത് പൂർണ്ണമായിട്ട് ബഹിഷ്കരിച്ചു. അതാണ് ഇത്രയും ശുഷ്കമായൊരു സദസ്സ്. സാധാരണ രീതിയിലാണെങ്കിൽ മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചേനെ, പക്ഷേ ഇന്ന് പൊട്ടിത്തെറിച്ചാൽ കൂടുതൽ വിപരീതമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് സൈലൻ്റ് ആയിട്ടിരുന്നത്. ഭഗവത്ഗീതയൊക്കെ നേരത്തെ അദ്ദേഹം ഭഗവത്ഗീത കണ്ടിട്ട് പോലുമില്ല. അത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഭഗവത്ഗീതൻ്റെ റെഫറിയിട്ട് എഴുതി കൊടുത്തുകൊണ്ട് വായിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാൽ സാധാരണ രീതിയിൽ കാണുന്ന പോലെ ഇതൊക്കെ ഒരു സംഗമം വിജയിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടാകുമായിരുന്ന സന്തോഷവും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഒരു ദേഷ്യം ഉള്ളിലൊതുക്കിക്കൊണ്ടുള്ള ഒരു ഫേസും കണ്ടാൽ തന്നെ ഈ പറഞ്ഞ പോലെ സംഗമം ചീറ്റിപ്പോയി എന്നുള്ളത് 100% വ്യക്തമാണ്. ഈ അയ്യപ്പ സംഗമം എത്രത്തോളം വിജയിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഏറെക്കുറെ ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രാതിനിധ്യം നോക്കി മാത്രം, ആൾക്കൂട്ടം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നോക്കി മാത്രം അതിൻ്റെ ഇത് എത്രത്തോളം വിജയിച്ചു എന്നൊരു ചോദ്യം. ഇത് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ നിങ്ങൾക്കൊരു രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി ഉയർത്തിയ രീതിയിൽ ഞങ്ങളിതിനെ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു സംഗമം നടത്തി ശബരിമലയെ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്കതിലാണ് ഒരു സന്തോഷമുള്ളൂ. കാരണം ഇല്ലാത്ത വിശ്വാസം ഉണ്ടെന്ന് ഭാവിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അപകടമാണ്. ഇപ്പോൾ ഹിന്ദു പുരാണങ്ങൾ തന്നെ പറയുന്നുണ്ട്, വിഭക്തിയേക്കാൾ അപകടമാണ് കപടഭക്തി എന്ന്. ഇന്ന് കപടഭക്തിക്കാർ നടത്തിയ ഒരു സംഗമമാണ് എന്ന് വിശ്വാസികൾക്ക് മനസ്സിലായി. മാത്രമല്ല, ഇത് വലിയൊരു വിവാദം നടക്കുകയാണ് ഇപ്പോൾ. ശബരിമലയിലെ ദ്വാരപാലകന്മാരുടെ ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണം 4 കിലോ സ്വർണം 4 കിലോ സ്വർണം കുറഞ്ഞു തിരിച്ചു വന്നപ്പോൾ. ഇത് ഇളക്കിയെടുത്ത് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് അയച്ച് ചില എന്താ പറയുക, അവർ പറയുന്നത് ചില കേടുപാടുകൾ തീർക്കാനെന്നാണ്. പക്ഷേ കേടുപാടുകൾ തീർക്കുമ്പോൾ എങ്ങനെയാണ് സ്വർണത്തിൻ്റെ അംശം കുറയുന്നത്? എങ്ങനെയാണ് 4 കിലോ കുറഞ്ഞത്? അപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം പോലും വിറ്റ് കാശാക്കുന്നവരുടെ സംഗമത്തിൽ പങ്കെടുക്കേണ്ടെന്ന് യഥാർത്ഥ വിശ്വാസികൾ തീരുമാനിച്ചു.